ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. രാവിലെ എഴുന്നേറ്റപ്പം ഒരു ചെറിയ തോന്നൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ എന്ന്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്കറിയാം. ആ വീഡിയോയിൽ ഒരു 3-4 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എന്നാൽ പിന്നെ ഇന്ന് രാവിലെ തൊട്ട് ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. കാരണം പൊന്നപ്പനും അച്ചയ്ക്കും പോകേണ്ട ദിവസം ഡേ ഇൻ മൈ ലൈഫ് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. അന്നേരം നമ്മൾ ഇതുപോണക്ക് സാവകാശമൊന്നും കിട്ടില്ല, ഓടിപ്പാഞ്ഞുള്ള പരിപാടികളാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് ഞായറാഴ്ചയാണല്ലോ, രാവിലെ എടുത്തേക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് എഴുന്നേറ്റ് വന്നത്. എന്നാൽ രാത്രിയിൽ അതൊരു പ്രിപ്പറേഷൻ മനസ്സിലങ്ങനെ തോന്നിയില്ല. രാത്രിയിൽ എന്നാൽ നാളെ ചെയ്യാമെന്ന് ഓർത്തിട്ടും ഉണ്ടായിരുന്നില്ലേ. അതുകൊണ്ടാണ് കേട്ടോ അടുക്കളയിൽ ഇങ്ങനെ കിടക്കുന്നത്. 2-3 പാത്രം കഴുകാനുണ്ടായിരുന്നു. പിന്നെ ഇപ്പം രാത്രിയിൽ ഞാൻ വിചാരിക്കും രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് 2-3 പാത്രമൊക്കെ ഉള്ള അതൊക്കെ രാവിലെ കഴുകാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ അങ്ങ് ഇട്ടേക്കുവേ. അങ്ങനെ കിടക്കുന്നതാണ്. അതുകൊണ്ട് അടുക്കള അങ്ങനെ ശ്രദ്ധിക്കേണ്ട, വലിയ കാര്യമായിട്ട് വൃത്തിയായിട്ടൊന്നും അല്ല കിടക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം ആ പാത്രം കഴുകണം. അപ്പം ഞാൻ എഴുന്നേറ്റപ്പോഴത്തേക്കുണ്ട് ചേട്ടൻ പറഞ്ഞു രാവിലെ അവർ അമ്പലത്തിൽ പോകാം, നേരത്തെ എഴുന്നേറ്റു. അതല്ലേലും അങ്ങനെയാണ് കേട്ടോ. അവധി ദിവസങ്ങളിൽ ഇവർ ഒരു 6:30 ഒരു 7:30 മുമ്പ് ഇവർ 2 പേരും എഴുന്നേക്കും. എന്നാൽ സ്കൂളിൽ പോകേണ്ട ദിവസം ഒരു ദിവസം പോലും 8 മണി അല്ലെ 8:30 മുമ്പ് ഇവർ എഴുന്നേക്കത്തേയില്ല. അപ്പോൾ എനിക്കറിയാം ഞായറാഴ്ച ദിവസം എന്നാണെങ്കിലും ഇവർ നേരത്തെ എഴുന്നേക്കുന്നു. അപ്പോൾ ചേട്ടൻ പറയും അവധി ആയതുകൊണ്ട് എന്നാണെന്ന് അറിയത്തില്ല നേരത്തെ എഴുന്നേറ്റ് പോരുമെന്ന്. അപ്പോൾ എഴുന്നേറ്റപ്പോഴേ പറഞ്ഞു എന്നാൽ വെള്ളം വെക്കുവാണെങ്കിൽ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന്. കട്ടപ്പന അമ്പലത്തിലാണ് പോണത്. എനിക്ക് പോകത്തില്ല. അപ്പോൾ പൊന്നും അച്ഛയും കൂടെ പോവുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് വെള്ളമൊക്കെ വെച്ചു. പിന്നെ ഞാൻ ഇന്നലെ കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ പുട്ടും കടലയാക്കിയേക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ പുട്ട് ചേട്ടന് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. പിന്നെ അവധി ദിവസമൊക്കെ അല്ലേ ഇതുണ്ടാക്കാൻ പറ്റുള്ളൂ. റീഡിംഗ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ചേട്ടൻ പറയും ഇത് നെഞ്ചരിയുമെന്ന് പറയും പുട്ട് തിന്നാൽ. എല്ലാവർക്കും അങ്ങനെയാണോന്ന് അറിയില്ല. പക്ഷേ ചിലരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് പുട്ടൊക്കെ തിന്നിട്ട് പോയാൽ നെഞ്ചരിയുന്നേ. അതുകൊണ്ട് റീഡിംഗ് എടുക്കാൻ പോകാൻ നേരം അങ്ങനെ കാര്യമായിട്ട് പുട്ടുണ്ടാക്കാറില്ല. പിന്നെ ഇന്ന് അവധിയാണല്ലോ എന്ന് ഓർത്ത് എനിക്കും പൊന്നൂസിനും ഭയങ്കര ഇഷ്ടമാണ് പുട്ട്. അപ്പം എന്നാൽ പിന്നെ ഇന്ന് പുട്ടും കടലയും ആക്കാമെന്ന് വിചാരിച്ചു. ചേട്ടനോട് ചോദിച്ചപ്പോഴും ഞായറാഴ്ചയല്ലേ പുട്ടുണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞു. ഇനി പൊന്നപ്പനൊന്ന് പല്ല് തേച്ച് കുളിച്ചാൽ മതി. ചേട്ടൻ പെട്ടെന്ന് റെഡി ആയിക്കോളും. പൊന്നൂസിന് കുളിക്കുന്ന ഭയങ്കര താമസം കേട്ടോ. ഇപ്പോൾ ആരെക്കൊണ്ടും അല്ല അച്ഛൻ കുളിപ്പിക്കാമെന്നോ ഞാൻ കുളിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഒട്ടും സമ്മതിക്കത്തുമില്ല. കിടന്ന് ഭയങ്കര ബഹളം വെക്കും. അപ്പോൾ ചേട്ടൻ എന്ന് പറയുകയാണ് പെട്ടെന്ന് പല്ല് തേച്ചിട്ട് വന്നിട്ട് പെട്ടെന്ന് കുളിക്കുക, സമയം പോകും. ചേട്ടന് 10 മണിക്ക് സംഘമുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പൊന്ന് പോയിട്ട് വരുമോ നടക്കുമോ എന്നൊക്കെ ചേട്ടൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊന്നൂസ് പല്ല് തേക്കുന്ന സമയം കൊണ്ട് ചേട്ടനാണെങ്കിൽ തേങ്ങ ചിരവി തരുവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തേങ്ങ ചിരവാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ചേട്ടനുണ്ടെങ്കിൽ ഇപ്പോൾ അവധിയുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ചിരവി തന്നോളും. അപ്പോൾ പുട്ടിനുള്ള തേങ്ങ ചേട്ടൻ ചിരവി തരുവാണ്. അതാണ് ആ കണ്ടത്. തേങ്ങ കൊണ്ടുവന്ന് കാണിച്ചാണ് തേങ്ങ ചിരകിട്ടാൻ പോവാന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഒരാൾ രണ്ട് ഇവിടെ പല്ലൊരയ്ക്കൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇത് കാണുമ്പോൾ ഓർക്കും നല്ല ഉണക്ക് പല്ല് തേക്കുന്നു, ഒരു രക്ഷയില്ല കേട്ടോ. ഈ ഒരു ഒരപ്പ് മാത്രമേ ഉള്ളൂ. പുറത്തുകൂടി ഇട്ടൊന്ന് കാണിക്കും, അന്നേരം പോയി പേസ്റ്റ് പതയുന്നതിനിപ്പുറം തുപ്പിക്കളയും. ഇത് കഴിഞ്ഞിട്ട് ചേട്ടൻ ഈ തേങ്ങ ചിരണ്ടിയിട്ട് വന്നിട്ട് പൊന്നൂസിനെ വീണ്ടും കൊണ്ടുപോയി പല്ല് തേപ്പിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. കാരണം ഇതുകൊണ്ട് ഇങ്ങനെ നോക്കി നിന്നിട്ട് അന്നേരം കൊണ്ട് തുപ്പിക്കളയും. അകത്തോട്ടൊന്നും ഉരയ്ക്കത്തൊന്നുമില്ല. കേട് വലിയ കാര്യമായിട്ടൊന്നുമില്ല. എന്നാലും ഒരു പല്ല് മാത്രമേ ഉള്ളൂ. നമ്മൾ അടച്ചു വെച്ചേക്കുവാണ് കേട് വന്നിട്ട്. പക്ഷേ പല്ല് ഉരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഉരപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ പുറമേ ഉള്ള ഉരപ്പ് മാത്രമേ ഉള്ളൂ. അന്നേരം ഇതിപ്പോൾ വീഡിയോ ഉള്ളതുകൊണ്ടിട്ടാണ് ഇച്ചിരി കൂടെ നല്ലതായിട്ട് ഉരയ്ക്കുന്നത്. അല്ലെങ്കിൽ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് അന്നേരം പോയി തുപ്പിക്കളഞ്ഞ് ഇറങ്ങുവാണ് കേട്ടോ. അന്നേരം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ വീണ്ടും പോയി തേപ്പിക്കുന്നുണ്ട് കേട്ടോ. പല്ല് നോക്കി കഴിഞ്ഞപ്പോൾ പല്ല് വെളുത്തില്ലെന്നും പറഞ്ഞ് ചേട്ടൻ വീണ്ടും പോയി തേപ്പിക്കും. അങ്ങനെയൊക്കെയാണ് പൊന്നൂസിൻ്റെ പല്ല് തേപ്പ്. ഇനിയിപ്പോൾ അവർ പല്ല് തേച്ച് കുളിച്ചൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് പുട്ടും കടലയും റെഡി ആയിട്ടിരിക്കണം. അപ്പം ഞാൻ കടലയാണെങ്കിൽ വേകാൻ വേണ്ടി കുക്കറിനകത്തോട്ട് വെച്ചു. പിന്നെ പുട്ടിന് കുഴച്ച് വെക്കുകയാണ് കേട്ടോ. ഇത് ഞാനുണ്ടല്ലോ നമ്മുടെ ചാക്കരിയിലെ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന ചാക്കരി കഴുകി പൊടിപ്പിച്ച് വെച്ചാൽ കേട്ടോ. കഴുകിയിട്ട് നല്ലവണ്ണം ഉണങ്ങാതെ ചെറുതായിട്ടൊരു നമ്മൾ ഊറ്റിയിടത്തില്ലേ തടയിലിട്ടിട്ട് അങ്ങനെ കൊടുത്തുവിട്ട് പൊടിപ്പിച്ച് വെച്ചാൽ കേട്ടോ ചാക്കരി. അപ്പോൾ അത് പുട്ടുണ്ടാക്കാൻ അടിപൊളിയാണ്, നല്ല മയമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാനിത് പൊടിപ്പിച്ച് വെച്ചേക്കും. നമ്മളല്ലാതെ പുട്ടുമടി മേടിക്കുന്നതിന് ഭയങ്കര വിലയാട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് അപ്പം ഞാനിത് ഒന്ന് നനച്ച് വെച്ചേക്കുവാണെങ്കിൽ അത് ഉണ്ടാക്കാറാകുമ്പോഴത്തേക്ക് നല്ല പോണക്ക് മയമായിട്ട് കിട്ടും. അല്ലെങ്കിലും നല്ല മയമാണ്. ഇത് നനച്ച് വെച്ചാൽ മതി. നമ്മുടെ സാധാ പച്ചവെള്ളത്തിൽ തന്നെ നനച്ചാൽ മതിയേ. അപ്പോൾ അതങ്ങോട്ട് കുഴച്ച് വെച്ചിട്ട് ബാക്കി കുറച്ച് പാത്രം കഴുകാൻ കിടപ്പുണ്ട്. പിന്നെ ആ പരിപാടിയൊക്കെ അങ്ങ് തീർത്തേക്കുവാണെങ്കിൽ ഇവർ വരുമ്പോഴത്തേക്ക് പുട്ടും കടല ആയാൽ മതിയല്ലോ.
കുളിയും കഴിഞ്ഞ് വന്ന് റെഡിയാവാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും പൊന്നൂസും കൂടെ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നത് ദേ ഇതിനാണ് കേട്ടോ, ഈ തലമുടി കെട്ടിന്. ഇതിപ്പം ഇന്നലെയോ മിനിഞ്ഞാന്നോ ഒക്കെ ആയിട്ട് അച്ഛൻ ഇങ്ങനെ കെട്ടിയാൽ സൂപ്പറായിരിക്കും എന്ന് പറഞ്ഞൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വലിയ വഴക്കില്ലാതൊക്കെ നിന്ന് വരുന്ന കേട്ടോ. അല്ലെങ്കിൽ തലമുടി കെട്ടുമ്പോഴത്തേക്ക് ഇവിടെ ഇല്ലാത്ത യുദ്ധങ്ങളില്ല കേട്ടോ. അവിടെ ശരിയായില്ല, ഇവിടെ ശരിയായില്ല, അങ്ങോട്ട് ചെരിഞ്ഞു പോയി, ഇങ്ങോട്ട് ചെരിഞ്ഞു പോയി എന്നും പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ ഭയങ്കര യുദ്ധം നടക്കുവേ. അപ്പോൾ ചേട്ടൻ പറയും നിങ്ങൾ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ തലമുടി കെട്ടാനായിട്ട്. കാരണം എവിടെ പോകാനിറങ്ങിയാലും ഈ ഒരു കേസിന് ഞങ്ങൾ തമ്മിൽ നല്ല ബഹളം നടന്നിട്ടാണ് പോവാറ്. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് കേട്ടോ. പിന്നെ ഈ വീട്ടിൽ ഇരിക്കുന്ന ദിവസങ്ങളിൽ ഒരു നിക്കറോ പാൻറ്റോ മാത്രം ഇട്ടുകൊണ്ടാട്ടോ വീട്ടിലിരിക്കുന്നത്. ഈ ബനിയനൊന്നും ഇടാനേ ഇഷ്ടമില്ല. ചൂടാണെന്ന് പറഞ്ഞ് ഇടാതെ നടക്കുക. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ ഇരിക്കുന്ന ദിവസങ്ങളിലെ ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കുമ്പോൾ പൊന്നപ്പനെ കൂടുതലും കാണിക്കാത്തത്. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു നിർബന്ധവും കൂടെ ഉണ്ട്. പൊട്ടും കണ്ണുമൊക്കെ ഞാൻ തന്നെ എഴുതിക്കോളാം എന്ന് പറയുവേ. അപ്പം ഞാനാണ് സാധാരണ എഴുതിക്കൊണ്ടിരുന്നത്, ഐലൈനർ വെച്ചിട്ട് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ എപ്പോഴും പറയും ഞാൻ തന്നെ എഴുതിക്കോളാമെന്ന്. അപ്പോൾ പിന്നെ ചേട്ടൻ പറഞ്ഞു വേണ്ട, ആരും എഴുതണ്ട, ഞാൻ തന്നെ എഴുതിക്കോളാമെന്നേ. അങ്ങനെ തേണ്ടേ റെഡിയായി രണ്ടുപേരൂടെ പോകാൻ ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് അവർ അമ്പലത്തിൽ പോയിട്ട് ഒരു ഷോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചേട്ടൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഞാനൊരു ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്, അതൊന്ന് കാണണം എല്ലാവരുമേ. ഇനി നമുക്ക് വീണ്ടും അടുക്കളയിലോട്ട് കയറാം. കാരണം ചേട്ടൻ വരുമ്പോഴത്തേക്ക് കറിയും പുട്ടും റെഡി ആവണമല്ലോ. കടല ഞാൻ വേവിച്ച് വെച്ചായിരുന്നു. അപ്പോൾ ഒരു ശകലവും കൂടെ ഒന്നുകൂടെ ചീറ്റണം, എന്നാലേ നല്ല വേവ് ആവത്തുള്ളൂ കേട്ടോ. ഇവിടെ കടല നല്ല പുണക്ക് വെന്ത് ഉടഞ്ഞിരിക്കണം. അപ്പം ഞാനത് കൊണ്ടിട്ട് ഒന്നുകൂടെ ചീറ്റിക്കാൻ വെച്ചു. പിന്നെ പുട്ടൂടെ അങ്ങോട്ട് അടുപ്പത്ത് വെച്ചേക്കുവാണെങ്കിൽ അവർ പെട്ടെന്ന് വരും. ചേട്ടന് 10 മണിക്ക് സംഘത്തിന് പോകണ്ട. അതുകൊണ്ടിട്ട് ഇപ്പം തന്നെ 9 മണി എന്തോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ഈ പരിപാടി അങ്ങോട്ട് തീർത്തേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉച്ചക്കത്തേക്ക് എനിക്ക് വലിയധികം പണികളില്ല കേട്ടോ. ഞായറാഴ്ച ദിവസം അല്ലെങ്കിലും എനിക്ക് ഉച്ചയ്ക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പണികളില്ല. ഇന്നിപ്പോൾ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൊച്ചിൻ്റെ ആദ്യ കുർബാനയാണ് കേട്ടോ. എനിക്ക് എപ്പോഴും മാറിപ്പോവും. അപ്പം ആദ്യ കുർബാനയ്ക്ക് വിളിച്ചിട്ടുണ്ട് ഇവരെ, സംഘത്തിൽ നിന്ന് വിളിച്ചേക്കുന്നത്. അപ്പം അച്ഛയും പൊന്നും കൂടെ പോകാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇതിന് ഉച്ചക്കത്തേക്ക്. അപ്പോൾ എനിക്ക് ഉള്ള ചോറും ഇച്ചിരി കറി അതും ഇതൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ വേറൊന്നും വെക്കണ്ടല്ലോ, വൈകുന്നേരത്തേക്ക് പിന്നെ എന്തെങ്കിലും വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഈ ഒരു പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ വലിയ പണിയൊന്നുമില്ല. പിന്നെ എനിക്ക് റെസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതേൻ്റെ പിന്നെ ഞാൻ കടലക്കറിക്കൊന്ന് ചേർത്തു. കടലയ്ക്ക് തേങ്ങയും പിന്നെ ഇച്ചിരി കടലയും കൂടെ ഒക്കെ അരച്ച് ചേർത്ത്, ഇച്ചിരി കൊഴുപ്പൊക്കെ തോന്നണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇച്ചിരി തേങ്ങയും പിന്നെ കടലയും കൂടെ അരച്ച് ചേർക്കുകയാണെങ്കിൽ നല്ല കൊഴുപ്പ് തോന്നുമല്ലോ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ചേർത്തു. അപ്പോൾ അങ്ങനെ രാവിലത്തെ കാപ്പിയുടെ പരിപാടിയൊക്കെ ഇവിടെ റെഡിയായി കേട്ടോ. പിന്നെ ഈ പാത്രമൊക്കെ ഉണ്ടല്ലോ രാത്രി കഴുകി വെച്ചിട്ട് രാവിലെ വന്ന് അടുക്കളയിൽ കയറുമ്പോൾ നമുക്കൊരു ഉഷാറാണ്. കാരണം അടുക്കളയെല്ലാം നല്ല നീറ്റായിട്ട് കിടക്കുമല്ലോ. ഇന്നലെ ചില ദിവസങ്ങളിൽ ഇപ്പോഴാണ് കേട്ടോ ഇങ്ങനെ എനിക്കൊരു രാത്രി കഴുകാൻ ചില ദിവസം ഞാൻ നല്ല മുണക്കെല്ലാം വൃത്തിയാക്കി അങ്ങനെയൊക്കെ ഇട്ടിട്ടേ കിടക്കാറുള്ളൂ. പക്ഷേ ഇന്നലേക്ക് ഒരു 5-6 പാത്രമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ഇട്ടിട്ട് കിടന്നത്. പക്ഷേ രാവിലെ എഴുന്നേറ്റ് ഈ പാത്രമൊക്കെ കഴുകി എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ പാതി പണി ഒതുങ്ങി. ഇനിയിപ്പോൾ എനിക്കങ്ങനെ വലിയ പണിയൊന്നുമില്ല. കാപ്പി കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞാൻ തൂത്ത് വരുന്നതൊക്കെ പതുക്കെയൊക്കെ ഉള്ളൂ കേട്ടോ. കാരണം നമ്മൾ തന്നെയല്ലേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഒത്തിരി അങ്ങ് വൃത്തികേടായിട്ടൊന്നും കിടക്കുമൊന്നും അല്ല വരയ്ക്കും, എന്നും തൂക്കുന്നുണ്ട്. പക്ഷേ രാവിലെ തന്നെ തൂത്തൊന്നും മാറത്തൊന്നുമില്ല. ഇപ്പം ഞാൻ രാവിലത്തെ കാപ്പി പരിപാടികളും പിന്നെ പൊന്നിനെയും ചേട്ടനെയും വിടേണ്ട കാര്യങ്ങളും എല്ലാം നോക്കി കഴിഞ്ഞിട്ട് കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തിട്ട് വന്നിട്ടാണ് ഇപ്പം ഞാൻ തൂത്തുവാരലും ക്ലീനിങ് ഒക്കെ ചെയ്യാറ്. പിന്നെ എല്ലാം കൂടെ ഒറ്റ നിപ്പിന് നമുക്ക് ചെയ്യാൻ ഭയങ്കര പാടായിപ്പോഴേ. അതുകൊണ്ടിട്ട് നേരത്തെയൊക്കെ ആണെങ്കിൽ രാവിലത്തെ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തൂപ്പും തുടയും പിന്നെ അലക്കാനുള്ളതെല്ലാം അലക്കി അങ്ങനത്തെ പരിപാടി എല്ലാം തീർത്തിട്ടാണ് ഇരിക്കാറ്. പക്ഷേ ഇപ്പം ഞാൻ രാവിലത്തെ അടുക്കളപ്പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറേ സമയം റെസ്റ്റ് ആട്ടോ. ഞാൻ പൊന്നപ്പനും അച്ഛയും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പോലെ ഒരു മണിക്കൂറോളം ഞാൻ കയറി കിടക്കും. കാരണം രാവിലെ എഴുന്നേൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ക്ഷീണങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. രാവിലെ ചോറും കറിയാവണം. ചേട്ടൻ ഉച്ചയ്ക്ക് വന്നാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, പൊന്നപ്പന് ചോറ് കൊടുത്തു വിടണം. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ചോറും കറിയാക്കും. അതുപോലെ തന്നെ കാപ്പി ഉണ്ടാക്കണം. പിന്നെ ഈ പാത്രങ്ങളെല്ലാം അന്നേരം കഴുകിയും പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പോകുമ്പോഴത്തേക്ക് ഒരു ന്യായം പണി നമുക്ക് രാവിലെ കഴിഞ്ഞല്ലോ. ഈ നേരത്തെ എഴുന്നേൽക്കുന്നതിൻ്റെയും എല്ലാം കൂടെ ഒരു ക്ഷീണമായിരിക്കും. അപ്പം ഞാൻ അതുകൊണ്ട് കുറേ സമയം റെസ്റ്റ് എടുക്കുവേ. പിന്നെ ഇത് 1 മണിയോളം ആയിട്ടുണ്ട് കേട്ടോ. പൊന്നൂസും അച്ഛനും കൂടെ ആദ്യ കുർബാനയ്ക്ക് പോവാണ്. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ടാണ്, അതുവരെ ഞാൻ റെസ്റ്റായിരുന്നു കേട്ടോ. അത്രയും സമയം ഞാൻ കിടന്നു കഴിഞ്ഞിട്ട് ചേട്ടനൊക്കെ പോകാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ പതുക്കെ ബാക്കിയുള്ളതൊക്കെ വൃത്തിയാക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. കുറേ ഫ്രൂട്ട്സും ഏത്തപ്പഴവും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അതിനകത്ത്. അതെല്ലാം ഒന്ന് അടുക്കി പെറുക്കിയൊക്കെ വെച്ചിട്ട് ബാക്കി തൂത്തൊക്കെ വരാനായിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും, വീട് മുരഞ്ഞ് കിടക്കുന്ന സമയത്ത്
ആരെങ്കിലുമൊക്കെ കയറി വരുമെന്ന്. അത് സത്യമാണ് കേട്ടോ. നമ്മളെന്നും തൂക്കുന്നതെന്ന് പറഞ്ഞാലും ഒരു ദിവസം ഒന്ന് തൂക്കാതെയും വൃത്തിയാക്കാതെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നായിരിക്കും ആരെങ്കിലും ഒന്ന് കയറി വരുന്നത്. സത്യം പറഞ്ഞാൽ നമുക്കാണെങ്കിൽ നാണക്കേടും തോന്നും. ഞാൻ പറയും, എനിക്കത് അനുഭവം ഉള്ളതുകൊണ്ട് കേട്ടോ, ഞാൻ പറയും എല്ലാ ദിവസവും വൃത്തിയാക്കിയാലും വൃത്തികേടായിട്ട് കിടക്കുന്ന ദിവസം കണ്ട് തന്നെ ആളെങ്ങനെ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ആരെങ്കിലും ഒന്ന് വന്ന് കയറി വരും. അപ്പോൾ അവരോർക്കുന്നത് നമുക്ക് വൃത്തിയും ഇല്ലെന്നല്ലേ അവരോർക്കത്തുള്ളൂ. അതുകൊണ്ടിട്ട് എന്നാലും തൂത്തൊക്കെ വാരം നമ്മൾ ഡെയിലി തൂത്ത് വാരുന്നതുകൊണ്ട് വലിയധികം പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പൊന്നപ്പൻ വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് പൊന്നപ്പൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കളറും ബുക്കും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി പെറുക്കാനൊക്കെ ഉള്ളൂ. അത് എത്ര അടുക്കി പെറുക്കിയാലും പിന്നെയും കളിക്കാനൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് അതെല്ലാം വീണ്ടും അവിടെ തന്നെ വരും. പഴയ സ്ഥാനത്ത് തന്നെ വന്നിരിക്കും അതെല്ലാം. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് മുറിയെല്ലാം ഒന്ന് ഇറക്കി ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വേണ്ട പൊന്നപ്പനെ പഠിക്കാൻ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. പൊന്നൂസ് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച തൊട്ട് അവധിയായിരുന്നു. അവധിയെല്ലാം കഴിഞ്ഞിട്ട് ഞായറാഴ്ച ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഹോംവർക്ക് എഴുതത്തുള്ളൂ കേട്ടോ. അത് എത്ര ബുക്കുണ്ടെങ്കിലും എന്തേരം ഉണ്ടെങ്കിലും ഞായറാഴ്ചത്തേക്ക് എഴുതത്തുള്ളൂ. പിന്നെ ഇപ്പോൾ 2 ദിവസമായിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഭയങ്കര കാറ്റും നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസമൊക്കെ ഒരു ഇടി വെട്ടിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ച് വിറച്ച് പോയെന്ന് പറഞ്ഞാൽ മതി. അതുമാതിരി ഇടിയും മിന്നലും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നും നല്ല ഇടിയും മഴയും ഉണ്ടെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കാരണം നല്ല കാറ്റുമുണ്ട്, അതുപോണക്ക് തന്നെ നല്ലപോണക്ക് മഴക്കോളും കയറി വരുന്നുണ്ടേ. പിന്നെ ഈ കറണ്ട് മഴക്കോള് കയറുമ്പോഴേ ചിലപ്പോൾ കറണ്ടും പോവും. അതുകൊണ്ട് ഞാൻ എമർജൻസിയൊക്കെ കുത്തിയിട്ടിട്ട് പൊന്നൂസിനെ ഇരുട്ടുന്നതിന് ഇപ്പുറം ഹോംവർക്ക് എഴുതി തീർക്കാമെന്ന് പറഞ്ഞാൽ അതൊന്ന് എഴുതി തീർപ്പിക്കുവാണ് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഇരുന്നാണ് ഞായറാഴ്ച ദിവസം വൈകുന്നേരം എഴുതാനിരുന്നാലും ഒരു ബുക്കൊക്കെ എഴുതിയിട്ട് അടച്ചു വെക്കും, രാത്രി എഴുതിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു 2 ദിവസം നമുക്ക് കറണ്ട് ഇല്ലായിരുന്നു, അതുകൊണ്ട് ചിലപ്പോൾ കറണ്ട് പോകും, ഹോംവർക്ക് നമുക്ക് വെട്ടം പോകുന്നതിനിപ്പുറം എഴുതാമെന്നും പറഞ്ഞുകൊണ്ട് ഹോംവർക്ക് എഴുതി തീർക്കുകയാണ് കേട്ടോ. അപ്പോൾ എഴുതാൻ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് എഴുതി തീർത്തോളും. പിന്നെ നമ്മളും കൂടെ ഇച്ചിരി നേരം കൂടെ ഇരിക്കണമെന്നൊക്കെ ഉള്ളൂ കേട്ടോ. അല്ലാതെ വേറെ ഇതൊന്നുമില്ല, തന്നെ എഴുതിക്കൊള്ളുവേ. പിന്നെ തന്നെ എല്ലാം വായിക്കാനും ഇച്ചിരി നേരം വായിപ്പിക്കുകയൊക്കെ ചെയ്യും. കൂട്ടി വായിക്കാനൊക്കെ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടിട്ട് നമ്മളിവിടെ ഇരുന്നാലേ ഇച്ചിരി കൂടെ അതാണ് സന്തോഷം. അല്ല അമ്മ ഒന്ന് ഇരിക്കുമോ എന്ന് ചോദിക്കും. ഇനിയിപ്പോൾ രാത്രിയിലേക്ക് എനിക്ക് എന്തെങ്കിലും കഴിക്കാനൂടെ വെച്ചാൽ മതി. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, എന്നാൽ പിന്നെ കഞ്ഞി ആക്കിയാലോ ഒന്ന്. കുറേ നാളായി കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞി വെച്ചിട്ട്. പൊന്നപ്പനോട് ചോദിച്ചപ്പോഴും പൊന്നപ്പൻ പറഞ്ഞു എനിക്കും ഇഷ്ടം അമ്മേ കഞ്ഞി വെക്കാം, നമുക്ക് രാത്രി കഞ്ഞി ആക്കാന്നേ. ചൂട് കഞ്ഞി വേണ്ട, നല്ല ചൂട് കഞ്ഞിയും വെച്ചു. അതുപോലെ തന്നെ വറ്റൽമുളക് അരച്ചില്ലേ ചമ്മന്തിയും വെച്ചു കേട്ടോ. പൊന്നൂസിന് ഇച്ചിരി എരിവൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വറ്റൽമുളക് വെച്ച് ചമ്മന്തി അരച്ചു. അതുപോലെ തന്നെ നമുക്ക് മാങ്ങാച്ചാർ ഇരിപ്പുണ്ട്. പിന്നെ പൊന്നൂസിന് മാത്രം ഇച്ചിരി തൈരൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. തൈരൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ചേട്ടനും തൈര് വേണ്ട. പിന്നെ എൻ്റെ കുറച്ച് കിഴങ്ങ് ഞാനെടുത്ത് ഇങ്ങനെ മസാല ഇട്ട് ഒരു പെരളാനായിട്ടും വെച്ചു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ പപ്പടം മാത്രം മേടിക്കുന്ന കാര്യം ഞാൻ മറന്നുപോയിരുന്നു. ഇപ്പോൾ പപ്പടം കഴിക്കുക കുറവായതുകൊണ്ട് ആർക്കും അങ്ങനെ വേണ്ട. അതുകൊണ്ട് പപ്പടത്തിൻ്റെ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല അടിപൊളി കഞ്ഞിയായിരുന്നു കേട്ടോ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളിങ്ങനെ കഞ്ഞി വെക്കുന്നത്. അങ്ങനെ ഇന്ന് ഞായറാഴ്ച സ്പെഷ്യൽ കഞ്ഞിയായിരുന്നു. അപ്പോൾ ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ചേട്ടനും കഴിച്ചിട്ട് പറഞ്ഞു നമ്മൾ ഒത്തിരി നാൾ കൂടിയാണ് കഞ്ഞി വെക്കുന്നത്. പക്ഷേ എന്തോ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പൊന്നൂസാണേലും വയറ് നിറച്ച് കഴിച്ചു. അങ്ങനെയൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. അച്ഛൻ വന്നപ്പോൾ അച്ഛയുടെ കൂട്ടത്തിലും കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഞായറാഴ്ച ദിവസം എന്ന് പറയുന്നത്, ഞായറാഴ്ചത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യണേ.